നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ജോർജ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരത്തിലെ റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കൽ. മെറ്റലും ടാറും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചുള്ള കുഴിയടയ്ക്കൽ തട്ടിപ്പെന്ന് ആക്ഷേപം. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകുളം അംഗൻവാടിയുടെ പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ കിണറിലേക്ക് ഇറങ്ങിയ യുവാവ് തിരിച്ചു കയറാൻ കഴിയാതെ കുടുങ്ങി. കരിമണ്ണൂരിലാണ് സംഭവം. ഫയർഫോഴ്സ് സംഘമെത്തിയാണ് യുവാവിനെയും ആടിനെയും സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചത്. വാർത്തകൾ വിശദമായി. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നേതാക്കളായ AS ജയൻ, മനോഹർ നടുവിലെടുത്ത്, MK ചന്ദ്രൻ, മാത്യു തോട്ടുപുറം, പാപ്പച്ചൻ എലിഞ്ഞിക്കൽ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീ PJ ജോസഫ് സാറ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ കൃഷിക്കാർക്കും എല്ലാ സാധാരണക്കാർക്കും 60 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുവാൻ ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ പാർട്ടി വലിയൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ വില്ലേജുകളിലും എല്ലാ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലും ഇതുപോലെ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ PJ ജോസഫ് സാർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയമാണിത്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളമുണ്ട്, അതിനുശേഷം റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കും ഇതേപടി തന്നെയുണ്ട്. മുതലക്കോടം സെൻറ് ജോർജ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. PJ ജോസഫ് MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തും കൊയ്ത്തുപാട്ടുകളും ഇന്ന് കേൾക്കാനില്ല. എന്നാൽ തൊടുപുഴയ്ക്കടുത്ത് മുതലക്കുടം സെൻറ് ജോർജ് ഹൈസ്കൂളിൻ്റെ കൃഷിമുറ്റത്ത് ഇന്ന് കൊയ്ത്തുപാട്ട് ഉയരുകയാണ്. കരയിലും പൊൻനെല്ല് വിളയിച്ച് കൊയ്ത്തിനിറങ്ങുകയാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും. കൊയ്ത്തും കൃഷിയും പാടങ്ങളുമെല്ലാം അന്യം നിന്ന് പോകുന്ന, കൃഷിയുടെയും മണ്ണിനെയും മടിയോടെ നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക്ക്ഡൗൺ കാലത്ത് കൃഷിമുറ്റം പദ്ധതി തുടങ്ങിവെച്ചത്. ഒരേക്കറോളം തരിച്ചു നിലം കിളച്ചൊരുക്കി കരനെല്ലിനോടൊപ്പം 30 ഇനം പച്ചക്കറികളും മരച്ചീനിയും ഇവിടെ കൃഷി ചെയ്തു. കൃഷിമുറ്റം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. കൃഷിയില്ലെങ്കിൽ നമ്മളെല്ലാം പട്ടിണിയാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളുടെ തീന്മേശയിൽ വരുന്നെങ്കിൽ കർഷകർ കൃഷി ചെയ്യണം. ഇവിടെ ഇപ്പം 30 ഇനം കൃഷികൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് സന്തോഷകരമായ കാര്യമാണ്. കുട്ടികൾക്കത് ഈ കോവിഡ് കാലത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എങ്കിലും കരകൃഷി, കരനെൽ കൃഷി, അതിന് കരകൃഷി കുറച്ച് അതിൻ്റേതായ കുറവുകളുണ്ട്. പക്ഷേ മറ്റ് കൃഷികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പ്രത്യേകിച്ച് മരവേണ്ട ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മുഴുവൻ പറിക്കുന്നത് വിത്താക്കി മാറ്റണം. ഞാൻ ഗാന്ധി സ്റ്റഡി സെൻ്റർ വഴി കൂടെ കൊടുത്തോളാം.
മരമണ്ടയെ പറ്റിയൊന്നും കൃഷിക്കാർ തന്നെ അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇനമുണ്ടെന്നും. കീടങ്ങളുടെ ശല്യം തീരെ ഉണ്ടാകില്ല, നല്ല റെസിസ്റ്റൻ്റ് ആണ്, രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു ഇനമാണ് മരമണ്ട. പിന്നെ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ, മുനിസിപ്പൽ കൗൺസിലർ ജെസി ജോണി, ജില്ലാ കൃഷി ഓഫീസർ സുലോചന വി.ടി, ഡെപ്യൂട്ടി ഡയറക്ടർ സിജി ആൻ്റണി, അഗ്രികൾച്ചർ ഓഫീസർ തോംസൺ ജോഷുവ, സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ്, മുൻ ഹെഡ് മാസ്റ്റർ സണ്ണി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു, PTA പ്രസിഡന്റ് ഷാജു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുതലക്കുടം. കോവിഡ് രോഗപരിപാലനത്തിൽ തൊടുപുഴയിൽ ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം. തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ച അയാളെ ചൊവ്വാഴ്ച ഉച്ചയായിട്ടും കോവിഡ് സെൻ്ററിലേക്ക് മാറ്റുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ലെന്ന് തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജെസി ജോണി ആരോപിച്ചു. കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ തിരിച്ചയച്ചെന്നും 24 മണിക്കൂർ സമയമാറായിട്ട് പോലും അധികൃതർ രോഗിയെ ആശുപത്രിയിലാക്കുവാൻ ശ്രമിച്ചില്ലെന്നും മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ജെസി ജോണി ആരോപിച്ചു. മുതലക്കുളം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കരനെൽ കൃഷി കൊയ്ത്തുത്സവം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് ഈ വിവരം BBC ന്യൂസിനോട് ജെസി ജോണി പറയുന്നത്. സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് പോസിറ്റീവ് ആകുന്ന റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് വിളിച്ചു പറയുന്നതാണ്. പക്ഷെ അത് കിട്ടിയില്ല, വിളിച്ചു പറഞ്ഞില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അവരെ സംബന്ധിച്ച് വാടകയ്ക്കാണ്, ഒരു വീട് തന്നെ 2 ആളുകൾക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുന്നതും പുറത്ത് ടോയ്ലറ്റായിട്ടൊക്കെയുള്ള തീർത്ത് സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ രോഗി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ സൗകര്യമില്ല, ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നാളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. റിസൾട്ട് പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ടും അവർ വന്ന വണ്ടി ഏതാണോ ആ വണ്ടിക്ക് തന്നെ പൊക്കോ, അവരെ എങ്ങനെ പോയി എന്ന് വേറെ ആർക്കും അറിയില്ല. അവരേതായാലും വീട്ടിൽ വന്ന് അടച്ചിരുന്നു. ഞാൻ നേരം വെളുത്ത് ഹെൽത്തിലെ നമ്മുടെ വാർഡിലെ സിസ്റ്ററിനെ വിളിച്ചു, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വേറെ ജയച്ചയിനെ വിളിച്ചു. അപ്പോഴൊക്കെ വേഗം കൊണ്ടുപോകാം, ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ രോഗി ഛർദ്ദിച്ച് അവശയായിക്കൊണ്ടിരിക്കുമ്പോഴും 10 മണി വരെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയാണ്. തീർത്തും നിരുത്സാഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു രോഗിയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കൗൺസിലർ നിരന്തരം മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസിനെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരെയും മുനിസിപ്പൽ അധികൃതരെയും മാറി മാറി വിളിക്കുന്നതും രോഗിയുടെ വീട്ടുകാരെ സമാശ്വസിപ്പിച്ച് സംസാരിക്കുന്നതും ക്യാമറമാൻ പകർത്തുകയുണ്ടായി. ഒരു കുഞ്ഞിക്കൊച്ച് 2 വയസ്സായ ഒരു കുഞ്ഞിക്കൊച്ചുണ്ട്. എൻ്റെ ടീച്ചറെ അർജൻറ്റായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയി വണ്ടി വിളിച്ചോണ്ട് പോകും. ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ടീച്ചർ ആരെയാന്നാ വിളിച്ചോ, അല്ലെങ്കിൽ ഞാൻ പോകും, ഞാൻ പോയി ഓട്ടോറിക്ഷയിലാണെങ്കിലും എടുത്തിട്ടുണ്ട് പോകും. ഇനി ഇതിനകത്ത് വേറെ ആയിക്കോട്ടെ. ഒരു പുള്ളിക്കാരി ഛർദ്ദിച്ച ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ അഷ്റഫെ ഞങ്ങളിപ്പോൾ വരുവാ, കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ വണ്ടി അത്യാവശ്യമായിട്ട് വിളിച്ച് പറഞ്ഞ് നമ്മൾ ഇടപെട്ട് ഇപ്പോൾ കൊണ്ടുപോകും കേട്ടോ, ഇപ്പോൾ കൊണ്ടുപോകും, വിഷമിക്കൊന്നും വേണ്ട, ഇപ്പോൾ കൊണ്ടുപോകും കേട്ടോ. ഞാനിപ്പോൾ തന്നെ, ഏതായാലും എനിക്കിനി പേടിയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുവാ, പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ. തുടർന്ന് കൗൺസിലർ ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ മഴയെ വകവയ്ക്കാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അവർക്ക് നമ്മൾ PPE കിറ്റ് കൊടുത്താണോ കയറ്റണേ? കയറ്റാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ ചേട്ടാ, എല്ലാവരുടെ അവസാനം നോക്കട്ടെ കേട്ടോ. PPE കിറ്റ് വേണം, അല്ലാതെ ഇപ്പം പുള്ളിക്കാരിനെ ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ ഇറക്കണേ? മത്സ്യ മൊത്തവ്യാപാര കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോവിഡ് പരത്താൻ ഇടയാക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു.
കോവിഡ് പരത്താൻ ഇടയാക്കുന്നുവെന്നാരോപിച്ച് മീൻമൊത്ത വ്യാപാര കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. തൊടുപുഴ മൂവാറ്റുപുഴ പാതയിൽ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം നീരാളി എന്ന പച്ചമീൻ മൊത്ത വ്യാപാര കേന്ദ്രത്തിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചത്. മത്സ്യവുമായി ഇവിടെ എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയെങ്കിലും പിന്മാറാൻ തയ്യാറാകാതെ രാത്രി വൈകിയും നാട്ടുകാർ പ്രതിഷേധം തുടർന്നു. ഇതോടെ മത്സ്യവുമായി എത്തിയ വാഹനങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലേക്ക് മാറ്റി. മത്സ്യമൊത്ത വ്യാപാര കേന്ദ്രത്തിലെ ജീവനക്കാർക്കടക്കം കോവിഡ് ബാധിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇവിടെ നിന്നും മീൻ വാങ്ങാനെത്തിയ പലരും രോഗബാധിതരായി. കോവിഡ് ക്ലസ്റ്ററായതിനെ തുടർന്ന് ഇതിനു സമീപത്തെ പെട്ടിക്കടകൾ വരെ അടപ്പിച്ചെങ്കിലും ഈ സ്ഥാപനം മാത്രം തുറന്നു പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. പോലീസുകാർ നോക്കിക്കൊണ്ടാണ് വീട് കാട്ടത്. പോലീസുകാർ വന്ന് മാർക്കറ്റ് മാർക്കറ്റിൽ കച്ചവടം ചെയ്യും. ആളോട് കച്ചവടം ചെയ്യാൻ മാർക്കറ്റിൽ കാവല് പോലീസുകാരോ നിൽക്കട്ടെ. പോലീസുകാർ നിൽക്കട്ടെ. വീഡിയോ എടുക്കും സാറേ. വീഡിയോ എടുത്താൽ ഞങ്ങൾ പോലീസിലും ആരോഗ്യവകുപ്പിലും കളക്ടറെയും അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തൊടുപുഴ മേഖലയിലെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലേക്കും വാഹന കച്ചവടക്കാർക്കും മത്സ്യം മൊത്ത കച്ചവടം നടത്തുന്നത് ഇവിടെ നിന്നാണ്. രാത്രി 7 മുതൽ പുലർച്ചെ വരെ സമീപ ജില്ലയിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ കോടതിയുടെ അനുവാദമുണ്ടെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിലെ റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കൽ. മെറ്റലും ടാറും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചുള്ള കുഴിയടയ്ക്കൽ തട്ടിപ്പെന്ന് ആക്ഷേപം. നഗരത്തിലെ റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കൽ. മൂപ്പിൽക്കടവ് കാഞ്ഞിരമറ്റം മങ്ങാട്ടുവല ബൈപ്പാസിലാണ് മെറ്റലും ടാറും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് താൽക്കാലിക കുഴിയടയ്ക്കൽ നടത്തിയത്. ഇതിനിടെ ചില ഭാഗത്തെ ചതിക്കുഴികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ന്യൂമാൻ കോളേജ് ജംഗ്ഷനിലും കാഞ്ഞിരമറ്റം ജംഗ്ഷനിലും ഉൾപ്പെടെ പലയിടത്തും ടാർ മിശ്രിതം ചേർത്ത് കുഴിയടച്ചെങ്കിലും അടുത്തുള്ള വിമല സ്കൂളിന് സമീപത്തെ വളവിലെ കുഴികൾ അധികൃതർ കണ്ടില്ല. വളവിലുള്ള കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകടകണിയായിട്ട് മാസങ്ങളായി. ടാർ ചെയ്ത ഭാഗത്ത് വാഹനങ്ങൾ ഓടുമ്പോൾ മിശ്രിതം പൊളിഞ്ഞു പോകാതിരിക്കാൻ മുകളിൽ പത്രവും വിരിച്ചാണ് അധികൃതർ പോയത്. അതേസമയം ഇത്തരത്തിലുള്ള കുഴിയടയ്ക്കലിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ആക്ഷേപം. ദിവസങ്ങൾക്കുള്ളിൽ ടാർ ഇളകിപ്പോകും. അതിനാൽ തകർന്നു കിടക്കുന്ന റോഡിൽ നല്ല രീതിയിൽ റീടാർ ചെയ്ത് യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകുളം അംഗൻവാടിയുടെ പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഉപ്പുകുളം അംഗൻവാടി ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ ബിജു ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. വഴിയില്ലായിരുന്നു, അന്ന് ഈ ജോസിയാറിൻ്റെ വീട്ടിൽ ചാടി ആണ് വന്നിരുന്നത്. ഏതായാലും അതിനുശേഷം പിന്നെ 2010-15 കാലഘട്ടത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട MLA, അന്നത്തെ മിനിസ്റ്ററായിരുന്ന ഇറിഗേഷൻ മിനിസ്റ്ററായിരുന്ന ശ്രീ ബി.ഒ. സാറിൻ്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സൈഡെല്ലാം കെട്ടി അന്ന് കൊടുത്ത് ഇങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അണ്ണൻ ആയിട്ട് സംസാരിച്ച് അത് ചെയ്തു തന്നത്. അതല്ല ഞാൻ ഈ അവസരത്തിൽ സ്മരിച്ചതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു വാർഡിലെ അംഗൻവാടി എന്ന് പറയുമ്പോൾ കാര്യം നിസ്സാര ഒരു സ്ഥാപനമാണെങ്കിലും അംഗൻവാടി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ വൃദ്ധരായ ആളുകളുടെയും ഒക്കെ ഒരു പരിപാലനത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ഈ കൊച്ചു അംഗൻവാടികൾ. നമ്മുടെ പഞ്ചായത്തിൻ്റെ 12 അംഗൻവാടികളുണ്ട്. ഇതിനെല്ലാം സ്വന്തമായി ബിൽഡിങ്ങുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഏറ്റവും മോശമായി കിടന്ന അംഗൻവാടിക്ക് ഇന്ന് ബിൽഡിംഗ് ഉണ്ടാക്കിയത്, അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ബിജുവാണ്. ബിജുവിനെ പ്രത്യേകം ഈ യോഗത്തിൽ ഞാൻ ഗാഠമായി അഭിനന്ദിക്കുകയാണ്. റോഡിൻ്റെ കാര്യങ്ങളും പുള്ളി വളരെ സജീവമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് സമയത്ത് തീർക്കാൻ പറ്റാത്തത്. ഏതായാലും തീർച്ചയായിട്ടും റോഡ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇതിനുവേണ്ടി എല്ലാം പരിശ്രമിച്ചതിനെല്ലാം തൊട്ട അയൽവാസികളുടെ എല്ലാ സഹകരണ കാര്യത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡാലി ഫ്രാൻസിസ്, ജെയ്മോൻ അബ്രഹാം, മിനി മൈക്കിൾ, റിജി സേവി, സഫിയ മുഹമ്മദ്, ശ്രീജ സാബു തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുത്തു. അംഗൻവാടിക്കുള്ള വഴി സൗകര്യം സൗജന്യമായി നൽകിയ PP ഇബ്രാഹിം ബുദ്ധിമുട്ടിലിനെ പഞ്ചായത്ത് പ്രസിഡന്റ് മൊമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ലോക്ക്ഡൌൺ കാലത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഓൺലൈൻ കലോത്സവം 3ാം ദിവസത്തിലേക്ക്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. പെൻസിൽ ഡ്രോയിങ്, കഥാരചന എന്നീ മത്സരങ്ങൾ 1ാം ദിവസവും ലളിത സംഗീതം, മാപ്പിളപ്പാട്ട് എന്നിവ 2ാം ദിവസവും നടന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ ലളിതഗാനത്തിനും ഗസലിനും സമ്മാനം നേടിയ 10ാം ക്ലാസ്സുകാരിയെ നിത്യ സാബു ഓൺലൈനിലൂടെ മത്സരത്തിൽ പാടിയ പാട്ട് ഏറെ ശ്രദ്ധേയമായി.
ഹൃദയത്തിൽ ചൂടിയ കരിവർണ്ണനേ മൃദു മന്ദഹാസം മലർമാലയാക്കി. സംഗീത പ്രതിഭകൾക്ക് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ആശംസകൾ അറിയിച്ചു. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ എല്ലാ സംഗീത പ്രതിഭകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഓൺലൈൻ കലോത്സവത്തിന് 3-ാം ദിവസം ഓയിൽ പെയിൻറ്റിംഗ്, കാർട്ടൂൺ എന്നിവയാണ് നടന്നത്. വർണ്ണമനോഹരമായ ഓയിൽ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിക്കൊണ്ട് അനേകം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഓയിൽ പെയിൻറ്റിങ്ങിന് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ റോസ്മരിയ സെബാസ്റ്റ്യൻ സുന്ദരമായ ചിത്രമൊരുക്കി വീട്ടിലിരുന്ന് മത്സരത്തിൽ പങ്കുചേർന്നു. പ്രശസ്ത സിനിമാ താരവും അവതാരകയുമായ മീനാക്ഷി വിദ്യാർത്ഥികൾക്കായി ആശംസകൾ അറിയിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സോ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ഒക്ടോബർ-നവംബർ മാസത്തിലാണ് സ്കൂൾ സബ് ജില്ലാതല കലോത്സവത്തിന് തുടക്കം. എന്നാൽ തങ്ങൾ സംഘടിപ്പിച്ച ഓൺലൈൻ കലാമത്സരത്തിലൂടെ കലോത്സവത്തിൻ്റെ ആഹ്ലാദം എല്ലാ കുട്ടികളിലേക്കും പകരാൻ കഴിയുന്നുവെന്ന് കലാധ്യാപകൻ സാബു ആരക്കുഴ പറഞ്ഞു. കുട്ടികളെല്ലാവരും മത്സരത്തിൽ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത കുറേ കുട്ടികൾ ഇത്തവണ നമ്മുടെ ഓൺലൈൻ മത്സരത്തിലൂടെ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് അവരുടെ മത്സരം അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൻ്റെ ആഹ്ലാദം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. യഥാർത്ഥ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഈ ഓൺലൈൻ കലോത്സവത്തിലൂടെ അവർക്ക് ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഓൺലൈൻ കലോത്സവത്തിലൂടെ കുട്ടികൾക്ക് ഒന്നും നഷ്ടമാകാതെ ആ കലോത്സവത്തിൻ്റെ സന്തോഷം പകർന്നു നൽകാൻ കഴിയുന്നതിൽ ഒത്തിരി ഏറെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ കിണറിലേക്ക് ഇറങ്ങിയ യുവാവ് തിരിച്ചു കയറാൻ കഴിയാതെ കുടുങ്ങി. കരിമണ്ണൂരിലാണ് സംഭവം. ഫയർഫോഴ്സ് സംഘം എത്തിയാണ് യുവാവിനെയും ആടിനെയും സുരക്ഷിതമായി കരയ്ക്ക് എത്തിച്ചത്. ആടിനെ രക്ഷിക്കാൻ ഇറങ്ങി കിണറ്റിൽ അകപ്പെട്ട യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കരിമണ്ണൂർ കണ്ണാട്ട് ബിനുവാണ് അയൽവാസിയായ കരിമരുതുംകുന്നേൽ റസാക്കിൻ്റെ വീട്ടുവളപ്പിലെ 40 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 11ഓടെയായിരുന്നു സംഭവം. റസാക്കിൻ്റെ ആട് കിണറ്റിൽ വീണതിനെ തുടർന്ന് ഇതിനെ രക്ഷിക്കാനാണ് ബിനു കയറി തൂങ്ങി കിണറ്റിലിറങ്ങിയത്. എന്നാൽ കിണറ്റിലിറങ്ങിയ ബിനുവിന് തിരികെ മുകളിലേക്ക് കയറാനാകാതെ വന്നു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PV രാജൻ്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘമെത്തി വല ഉപയോഗിച്ച് ബിനുവിനെയും ആടിനെയും കിണറ്റിന് പുറത്തെത്തിക്കുകയായിരുന്നു. ഞാനവിടെ താഴെ ചെറിയൊരു പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞത് ആടെ ചേച്ചിയുടെ കിണറ്റിൽ പോയെന്ന് പറയാം. അവൻ നോക്കി കഴിഞ്ഞപ്പോൾ ആട് വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പയ്യെ കയറി കെട്ടി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് ആടിനെ പൊക്കി പിടിച്ച് പിന്നെ അത് ആടിനെ കൂടി തിരിച്ച് കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അത് പറഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്ന് സുഖമായി കരക്കെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇനി കുറച്ചുനാൾ ട്രെയിനിലിരുന്ന് പഠിച്ചാലോ? കൊറോണ കാലം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇനി ട്രെയിനിലിരുന്ന് പഠിക്കാം. മൂലമറ്റം IHEP UP സ്കൂളിലാണ് ഇത്തരം വ്യത്യസ്തമായ വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. കൊറോണ കാലം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇനി ട്രെയിനിലിരുന്ന് പഠിക്കാം. IHEP ഗവൺമെന്റ് UP സ്കൂൾ മൂലമറ്റത്താണ് ഇത്തരമൊരു വ്യത്യസ്തമായ വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. SSF ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരമൊരു വ്യത്യസ്തത വിദ്യാർത്ഥികൾക്കായി ഇവർ ഒരുക്കിയിരിക്കുന്നത്. മുൻ പ്രധാന അധ്യാപികയായ അന്നമ്മ MJയുടെ നേതൃത്വത്തിലായിരുന്നു SSF ഫണ്ട് അനുവദിച്ചതെങ്കിലും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ടീച്ചർ വിരമിച്ചതോടെ തുടർന്ന് മേലുകാവ് സ്വദേശിയായ ഷിബു ജോർജ് സാർ ചാർജ് എടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് പുരോഗമിക്കുന്നത്. സ്കൂൾ പെയിന്റിങ്ങിനും ടൈലിടുവാനും വേണ്ടിയിട്ടാണ് SSF ഫണ്ട് നൽകിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് PTA പ്രസിഡന്റായ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു വ്യത്യസ്തത നൽകാമെന്ന ആശയം ഉദിക്കുകയും മ്യൂറൽ പെയിന്ററായ സുരേഷ് PR-നെ സമീപിച്ചതോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ 5ഓളം വരുന്ന കലാകാരന്മാർ ഒത്തുകൂടി 15 ദിവസത്തെ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇത്തരമൊരു കലാസൃഷ്ടി ഉദയം കൊണ്ടത്. IHEP ഗവൺമെന്റ് UP സ്കൂളാണ്, മൂലമറ്റത്തെ സ്കൂളാണ്.
SSIയുടെ ഫണ്ട് ടൈലിടാനും പെയിൻറ്റ് ചെയ്യാനുമുള്ള ഫണ്ടായിരുന്നു. അതിൽ നിന്ന് ഫ്രണ്ട് കളർ അടിക്കാമെന്നാണ് സാറ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അപ്പം ഞങ്ങളുടെ ആശയപ്രകാരം ഇത്രയും വർഷാറ് വന്നുള്ള ഐഡിയ ചോദിച്ചു സാറ് സമ്മതിച്ചു. അതിപ്രകാരം ചെറിയൊരു ബഡ്ജറ്റ് ഇത് വരയ്ക്കുകയാണ് ചെയ്തത്. ആശയം ഇത് ഇത്രയും നീളമുള്ള സ്കൂളായതുകൊണ്ട് ഇതിൽ ട്രെയിൻ വരച്ചാൽ നല്ലതായിരിക്കും എന്നൊരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് വരയ്ക്കാൻ ആശയം സാറിനോട് ചോദിക്കുന്നത്. അപ്പം സുരക്ഷയുടെ സമീപിച്ച സുരക്ഷണം പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് വരയ്ക്കാം, നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയും പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരും കൂടി വരയ്ക്കാനായിട്ട് 15 ദിവസത്തോളം എടുത്തു വരയ്ക്കാനായിട്ട്. ഇതിൽ 5 പേരുണ്ടായിരുന്നു ഇത് പണിയാനായിട്ട്. 5 പേരുടെ സുരക്ഷയുടെ നേതൃത്വത്തിൽ 5 പേരുടെ പണി 15 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഇടുക്കി പ്രോജക്റ്റിന്റെ പ്രായമാണ് ഈ സ്കൂളിനും. 10ഓളം അധ്യാപകരും 150ഓളം വിദ്യാർത്ഥികളുമാണ് ഇവിടെയുള്ളത്. തങ്ങൾ പഠിച്ചു വന്ന സ്കൂളിലേക്ക് ഇങ്ങനെയൊരു സംഭാവന നൽകാനായതിന്റെ അതിയായ സന്തോഷത്തിലാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ സുരേഷ് PR-ഉം മറ്റു കലാകാരന്മാരായ അനിൽകുമാർ M, ബെഞ്ചമിൻ ബിജു, അരുൺ പ്രഭു, നിവിൻ തങ്കച്ചൻ, ബിബിൻ ബാബു, മധു പ്രിയാറും. PTA പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആഗ്രഹമായി ഒരു ട്രെയിൻ വരയ്ക്കണമെന്ന് ആഗ്രഹമായി എൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മളതിന് പൂർണ്ണമായിട്ട് സഹകരിക്കുകയും 5 പേരോളം 10-15 ദിവസം ഞങ്ങൾ കഠിനമായി പ്രയത്നിച്ച് ഇങ്ങനെയൊരു സംരംഭം പൂർത്തീകരിക്കാൻ സാധിച്ചു. പിന്നെ ചെറിയ ആർട്ട് വർക്കുകളും കലാപരമായ പരിപാടികളെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് പോകുന്നു. നാട്ടുകാരും വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലും ആവേശത്തിലുമാണ്. നാട്ടുകാരുടെ സഹായ സഹകരണമാണ് ഇതിന് പ്രചോദനമെന്ന് സുരേഷ് കൂട്ടിച്ചേർത്തു. VBC ന്യൂസ്, തൊടുപുഴ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള സുദർശനം സ്പെഷ്യൽ സ്കൂളിലേക്ക് JCI തൊടുപുഴ ഗ്രാൻഡ് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി മാതൃകയായി. ഒട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റൽ റിറ്റാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ നിരവധി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള സുദർശന സ്പെഷ്യൽ സ്കൂളിലേക്ക് JCI തൊടുപുഴ ഗ്രാൻഡ് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി മാതൃകയായി. തൊടുപുഴ JC ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് അധ്യക്ഷത വഹിച്ചു. JCI തൊടുപുഴ ഗ്രാൻഡും കാവനാൽ ഇലക്ട്രോണിക്സും സംയുക്തമായി നൽകിയ കമ്പ്യൂട്ടർ വിതരണം JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റും കാവനാൽ ഇലക്ട്രോണിക്സ് ഉടമ സുജിത് KM ചേർന്ന് ദീനദയ സേവാ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസിന് കൈമാറി. JCI തൊടുപുഴ ഗ്രാൻഡ് സെക്രട്ടറി മനു തോമസ്, JCI എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുജിത് B നായർ, ഹരീഷ്, ദീനദയ സേവ ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി KP വേണുഗോപാൽ, സ്പെഷ്യൽ സ്കൂൾ സെക്രട്ടറി പത്മഭൂഷൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ സാമൂഹിക അകലം വാക്കുകളിൽ മാത്രം. ചെറുതോണി യൂണിയൻ ബാങ്കിന്റെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കോവിഡ് വ്യാപനം തടയുന്നതിന് കർശനമായി സാമൂഹിക അകലം പാലിക്കണമെന്ന സർക്കാർ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചാണ് ചെറുതോണി യൂണിയൻ ബാങ്കിന് മുൻപിൽ നൂറുകണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുന്നത്. തൊഴിലുറപ്പ് വേതനം, വിവിധ ക്ഷേമ പെൻഷനുകൾ എന്നിവ വാങ്ങാനെത്തുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണിവർ. ബാങ്കിലെ ജീവനക്കാരുടെ കുറവാണ് ബാങ്ക് ഇടപാടുകൾക്ക് താമസം നേരിടുവാൻ കാരണമെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പലപ്പോഴും പോലീസ് എത്തിയാണ് തിരക്ക് നിയന്ത്രിക്കുന്നത്. ബാങ്ക് ഇടപാടുകൾക്കായി എത്തുന്നവരുടെ നീണ്ട നിര രാവിലെ 9 മണി മുതൽ 2 മണി വരെയും തുടരും. ഇത് ചെറുതോണിയിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടത്തെയും പ്രതിസന്ധിയിലാക്കുന്നു. കോവിഡ് വ്യാപനം ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോൾ വ്യാപനം തടയുന്നതിന് തൊഴിലുറപ്പ് വേതനവും വിവിധ ക്ഷേമ പെൻഷനുകളും പോസ്റ്റ് ഓഫീസ് വഴി വിതരണം നടത്തണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൃഷി പ്രോത്സാഹനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ് കമ്പിളികണ്ടം അഗ്രോ സർവീസ് സെന്റർ. കഴിഞ്ഞ 4 വർഷമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം വഴി 5 പഞ്ചായത്തുകളിൽ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. 3 വർഷക്കാലമായി പച്ചക്കറി കൃഷി വ്യാപനത്തിനായി ഗ്രോ ബാഗും തൈകളും നൽകി വരുന്നു. കൃഷിഭവനുകളിലേക്കുള്ള ജൈവവള വിതരണം, കാർഷിക ജോലികളിലെ യന്ത്രവൽക്കരണം, മണ്ണ് പരിശോധന എന്നീ സേവനങ്ങളും കർഷകരിലെത്തിക്കുന്നു. അഗ്രോ സർവീസ് സേവനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ഫെസിലിറ്റേറ്റർ അശ്വതി വിജയൻ അറിയിച്ചു. ഞാൻ അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. ഞങ്ങളിവിടെ കമ്പിളികണ്ടത്ത് അഗ്രോ സർവീസ് സെൻ്റർ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായിട്ടുണ്ട്. 3 വർഷമായിട്ട് ഞങ്ങൾ ഗ്രോ ബാഗിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബ്ലോക്ക് ലെവലായിട്ട് ചെയ്യുന്നതാണ്. ബ്ലോക്കിൽ 5 പഞ്ചായത്തിലേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ബ്ലോക്കിൽ നിന്ന് വരുന്ന VDP വെജിറ്റബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്കീമായിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് വരുന്നതനുസരിച്ച് ഓരോ കൃഷിഭവനും ഇത്ര യൂണിറ്റ് വേണമെന്ന് പറയുന്നു. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അത്രയും യൂണിറ്റ് ഗ്രോ ബാഗും തൈകളും സപ്ലൈ ചെയ്യുന്നു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ മാസ്കുകൾ ഇടുക്കി DMOയ്ക്ക് കൈമാറി. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ UP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ നിർമ്മിച്ചു നൽകിയ 35,000-ഓളം മാസ്കുകളാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയയ്ക്ക് DMO ഓഫീസിലെത്തി കൈമാറിയത്. കൂടാതെ പെട്ടിമുടി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കായി സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ശേഖരിച്ച പുതപ്പുകളും വീട്ടുപകരണങ്ങളും ഉടൻ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ അംഗങ്ങൾ തയ്യാറാക്കിയ മാസ്കുകൾ ഇന്ന് DMO ഓഫീസിലെത്തിച്ച് DMOയ്ക്ക് കൈമാറുകയായിരുന്നു. ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ് കേരളത്തിലുടനീളം അതിലെ അംഗങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ മാസ്കുകൾ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അർഹിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. സ്കൗട്ട് ആൻഡ് ഗൈഡ് അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ഡേവിഡ് ജോസഫ് നേതൃത്വം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ സെക്രട്ടറി റീന PK, DOCമാരായ ജോയ് K. ജോസ്, ജിസ്റ്റി ജേക്കബ്, ജില്ലാ ഭാരവാഹികളായ CC ജോസഫ്, ബിനോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടതിനെ തുടർന്ന് ഇടുക്കിയിൽ UDF പുനഃസംഘടിപ്പിച്ചു. UDF ഇടുക്കി ജില്ലാ ചെയർമാനായി അഡ്വക്കേറ്റ് S. അശോകനെയും കൺവീനറായി പ്രൊഫസർ MJ ജേക്കബിനെയും നിയമിച്ചു. UDF ഇടുക്കി ജില്ലാ ചെയർമാനായി അഡ്വക്കേറ്റ് S. അശോകനെയും കൺവീനറായി പ്രൊഫസർ MJ ജേക്കബിനെയും നിയമിച്ചു. KSU നേതാവായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അശോകൻ പാർട്ടിയുടെ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ്. കഴിഞ്ഞ 7 വർഷമായി UDF ജില്ലാ ചെയർമാനായി പ്രവർത്തിച്ച അശോകൻ കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകി. തൊടുപുഴ ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അശോകൻ ഇടുക്കി ജില്ലാ ഗവൺമെന്റ് ബ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് പ്രൊഫസർ MJ ജേക്കബ്. KSUയിലൂടെ അധികാര രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ജേക്കബ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായും കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ച ജേക്കബ് മുരിക്കാശ്ശേരി ഭാവനാത്മ കോളേജ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനും ന്യൂമാൻ കോളേജിൽ ഹിസ്റ്ററി വകുപ്പ് തലവനുമായിരുന്നു. 3 ചെയിൻ മേഖലയിലെ കർഷക സമരത്തിന് കർഷക യൂണിയൻ M പിന്തുണ പ്രഖ്യാപിച്ചതായി വർഗീസ് വെട്ടിയാങ്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 21-ന് ഇടുക്കി താലൂക്കിന് മുൻപിലും 23-ന് കളക്ട്രേറ്റ് പടിക്കലും സമരം നടത്തും. ഇടുക്കി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ വരുന്ന കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ പഞ്ചായത്തുകളിലെ 10 ചെയിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുവാൻ തീരുമാനിച്ചതായി അറിയിച്ചുവെങ്കിലും 7 ചെയിനിലെ കുറെ അപേക്ഷകർക്ക് മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളത്. 3 ചെയിനിലുള്ളവർക്കും പട്ടയം നൽകുമെന്ന് പറഞ്ഞ് ആവശ്യമായ ചെലവുകൾ കാണുന്ന പേരിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. എന്നാൽ 3 ചെയിനിൽ താമസിക്കുന്ന സാധാരണക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 3 ചെയിൻ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പട്ടയം എന്ന ആവശ്യം ഉന്നയിച്ച് അവിടുത്തെ ജനങ്ങൾ 19-ാം തീയതി മുതൽ 23 വരെ നടത്തുന്ന സമരങ്ങൾക്ക് കേരള കോൺഗ്രസ് കർഷക യൂണിയൻ M ജോസഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് വെട്ടിയാങ്കൽ അറിയിച്ചു. സമര ദിവസങ്ങളിൽ ഇടുക്കി പീരുമേട് താലൂക്ക് ഓഫീസ് പടിക്കലും ഇടുക്കി കളക്ട്രേറ്റിലും ഉപ്പുതറ വില്ലേജ് ഓഫീസിലും കർഷക യൂണിയൻ നേതൃത്വത്തിൽ ധർണ നടത്തും. ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കൽ നടക്കുന്ന സമരം മുൻ MLA മാത്യു സ്റ്റീഫനും ഇടുക്കി കളക്ട്രേറ്റ് പടിക്കൽ നടക്കുന്ന സമരം മുൻ MP ഫ്രാൻസിസ് ജോർജും ഉദ്ഘാടനം ചെയ്യും. എന്നാൽ 7 ചെയിന് താഴെയുള്ള 3 ചെയിനിൽപ്പെടുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനാവശ്യമായ അപേക്ഷകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ആ പ്രദേശത്തെ സംഘാടക സമിതി അംഗങ്ങളും ചേർന്ന് പണപ്പിരിവ് വരെ നടത്തി അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊക്കെ വാങ്ങിയെങ്കിലും 3 ചെയിൻ പ്രദേശത്തുള്ള ഒരു വ്യക്തികൾക്കും പട്ടയം കിട്ടുന്നതിനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. 21-ാം തീയതി ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കലും 23-ാം തീയതി ഇടുക്കി കളക്ട്രേറ്റിൽ പടിക്കലും ധർണ നടത്തുവാനും കർഷക യൂണിയൻ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ അലംഭാവം ഉപേക്ഷിച്ച് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നീതിപൂർവകമായ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകും. ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബെന്നി പുതുപ്പാടി, ടോമി തൈലമനാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UDF വിട്ടുപോയ റോഷി അഗസ്റ്റിന്റെ നിലപാട് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് KPC സെക്രട്ടറി തോമസ് രാജൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള മണ്ഡലത്തിലാണ് 20 വർഷത്തോളം MLA ആയതെന്ന കാര്യം റോഷി ഓർക്കണമെന്നും തോമസ് രാജൻ പറഞ്ഞു. 20 കൊല്ലങ്ങൾക്കപ്പുറത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി റോഷി അഗസ്റ്റിന് ഇടുക്കിയിലേക്ക് വരുമ്പോൾ റോഷി അഗസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട കേരള കോൺഗ്രസ് മാണിയിലെ ആളുകൾ എതിരേറ്റത് കരിങ്കൊടിയും ചീമുട്ടയുമായാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറന്നിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി ഓഫീസുകൾ തല്ലി തകർത്തും KM മാണിയുടെ ചിത്രം എറിഞ്ഞുടച്ചും പാർട്ടി ഓഫീസുകൾ അടച്ചുപൂട്ടിയും കരിങ്കൊടിയും ചീമുട്ടയുമായി എതിരേറ്റ റോഷി അഗസ്റ്റിനെ ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ സംരക്ഷണം നൽകി അന്നു മുതൽ ഇന്നു വരെ ജയിപ്പിക്കുന്നതിന് അഹോരാത്രം പണിയെടുത്തിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകരാണ്. കേരള കോൺഗ്രസിൻ്റെ സഹായം കാലാകാലങ്ങളിൽ പോലും അദ്ദേഹത്തിന് എത്രമാത്രം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നല്ല ബോധ്യം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് നല്ല പേരോട്ടമുള്ള ഇടുക്കിയുടെ മണ്ണിൽ റോഷി അഗസ്റ്റിന് MLA ആയി അധികാരത്തിൽ 20 കൊല്ലക്കാലം തുടരാൻ കഴിഞ്ഞതിൻ്റെ ഏക കാരണം കോൺഗ്രസ്സുകാർ അരയും തലയും മുറുക്കി വയറ് വരിഞ്ഞ് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് റോഷി അഗസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ റോഷി അഗസ്റ്റിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത കഠിനമായ പ്രയത്നമാണ്.
അല്പമെങ്കിലും നീതിബോധം മനസ്സിലുണ്ടെങ്കിൽ, അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ സദാചാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും തൊട്ട് നീണ്ടിയിട്ടുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിൻ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. മൂലമറ്റത്ത് സ്വകാര്യ വ്യക്തി ഭൂമി കയ്യേറി എന്ന പേരിൽ BJP നടത്തിയ ഭൂമി പിടിച്ചെടുക്കൽ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപണം. ഇവിടെ വനം വകുപ്പ് വക ഭൂമി കയ്യേറി എന്ന നിലയിൽ ഒരു പരാതി പോലും ഉയർന്നിട്ടില്ലെന്ന് പറയപ്പെടുന്നു. ഇവിടെ പോത്ത് വളർത്തൽ നടത്തുന്നവർ ഈ ഭാഗത്ത് പോത്തുകൾക്ക് നൽകാനായി പുല്ല് വെച്ച് പിടിപ്പിച്ചിരുന്നു. ഇതിനെ കയ്യേറ്റമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടത്തിനുള്ള നീക്കമാണ് നടന്നതെന്ന് സമീപവാസികൾ പറയുന്നു. പോത്തുകൾക്ക് ഭക്ഷണം നൽകാൻ പോലും സമ്മതിക്കാത്ത രാഷ്ട്രീയമെന്നാണ് ഒരു വിഭാഗം BJPയുടെ നീക്കത്തെ പരിഹസിച്ചത്. കോൺഗ്രസ് നേതാവ് ഇവിടെ മത്സരിക്കുമെന്ന ചിന്തയിൽ കോൺഗ്രസിനെ അപമാനിക്കാനാണ് ശ്രമം നടന്നതെന്നും പറയപ്പെടുന്നു. തൊടുപുഴ ജില്ലാ ആശുപത്രിയോടുള്ള ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ധർണ നടത്തി. ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി VE താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ആശുപത്രിയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ധർണാ സമരം നടത്തി. തൊടുപുഴ ജില്ലാ ആശുപത്രി വെന്റിലേറ്റർ സൗകര്യമില്ലാത്തത് കാരണം കോവിഡ് രോഗി മരിക്കാനുണ്ടായ സാഹചര്യത്തിൽ തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ അടിയന്തരമായി വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തുക, സംസ്ഥാന സർക്കാരിൻ്റെ ഇടുക്കി ജില്ലയിലെ ആരോഗ്യ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, തകരാറിലായി കിടക്കുന്ന ഫ്രീസർ സംവിധാനം അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, കോവിഡ് ബാധിച്ചിട്ടുള്ള പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള വ്യക്തികൾക്കും അല്ലാത്തവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണം നൽകുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ISO സർട്ടിഫിക്കറ്റിന്റെയും മറ്റും പുറകെ ഓടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി തന്റെ വകുപ്പിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണമെന്നും അടിയന്തരമായി വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ധർണ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച DCC സെക്രട്ടറി VE താജുദ്ദീൻ ആവശ്യപ്പെട്ടു. 5ഓളം രോഗികൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കോവിഡ് സെന്ററിലും അതുപോലെ ഈ ജില്ലാ ആശുപത്രിയിലും 5ഓളം രോഗികൾ ശ്വാസം മുട്ട് പോലുള്ള കോവിഡിൻ്റെ പ്രധാന ലക്ഷണമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ ഇവിടെ രോഗികളായി തുടരുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വെന്റിലേറ്റർ സൗകര്യങ്ങൾ അടിയന്തരമായി നൽകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ജില്ലാ ആശുപത്രിയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ TL അധ്യക്ഷത വഹിച്ച ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാജൻ ചിമ്മിനിക്കാട്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, KSU ജില്ലാ ജനറൽ സെക്രട്ടറി ജോസൂട്ടി ജോസഫ്, ഫൈസൽ TS എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദളിത് കുടുംബത്തെ വംശീയ അധിക്ഷേപം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തതിനെതിരെ SC മോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലക്കോട് പ്രതിഷേധം സംഘടിപ്പിച്ചു. SC മോർച്ച സംസ്ഥാന സെക്രട്ടറി അശോകൻ മുട്ടം ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ശാസ്താംപാറയിൽ പട്ടികജാതി കുടുംബത്തെ ജാതിപ്പേര് വിളിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും കല്ലെറിഞ്ഞതായും പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി മോർച്ച ശാസ്താംപാറയിൽ പ്രതിഷേധം നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി അശോകൻ മുട്ടം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലെ മുഴുവൻ പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവരുടെ നാവായി മാറുവാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാനാണ് നിങ്ങളെ SC സംവരണ സീറ്റിൽ നിന്ന് വിജയിപ്പിച്ച് നിങ്ങൾ പോയിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടൊന്നുമല്ല നിങ്ങളുടെ പാർട്ടി പട്ടികജാതി സംവരണ സീറ്റിൽ നിന്ന് വിജയിപ്പിച്ചത്. അപ്പൊ ഈ പട്ടികജാതി സംവരണ സീറ്റിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മെമ്പർ തിരിഞ്ഞു നോക്കണം. കാരണം എന്താ? മെമ്പറുടെ ഉത്തരവാദിത്തമാണ് ഈ പഞ്ചായത്തിൽ എത്ര പട്ടികജാതി കുടുംബങ്ങളുണ്ടോ ആ പട്ടികജാതി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന മെമ്പർക്കുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ മെമ്പർ ഏതെങ്കിലും സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്തിലോ ബ്ലോക്കിലേക്കോ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി തീർന്നു എന്നല്ല. ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെ വിഷയം ഇവരുടെ വിഷയത്തിലാണ് പറഞ്ഞത്. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം, പട്ടികജാതി നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ശിവൻ, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CB ജിത്തു, KK രാജു എന്നിവർ പ്രസംഗിച്ചു. ശാസ്താംപാറ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ആലയൽ വീട്ടിൽ രതീഷിനെയും കുടുംബത്തെയുമാണ് CPM പ്രവർത്തകർ വീടിന് നേരെ കല്ലെറിഞ്ഞതായും വധഭീഷണി മുഴക്കിയതായും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതായും പരാതി. രതീഷിന്റെ പറമ്പിൽ ബലം പ്രയോഗിച്ച് അതിക്രമിച്ച് കയറിയ അക്രമികൾ വഴി നടക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പരാതിക്കിടയാക്കിയ സംഭവങ്ങൾക്ക് തുടക്കം. കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ആദായ നികുതിയുടെ പരിധിയിൽപ്പെടാത്ത 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും പ്രതിമാസം 10,000 രൂപ വീതം പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് M കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം സെക്രട്ടറിമാരായ ജോസ് മാത്യു സ്വാഗതവും പി കെ ശിവൻകുട്ടി നന്ദിയും പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, വാർഡ് പ്രസിഡന്റുമാരായ ജീസ് ആയത്തുപാടത്ത്, ജോയി ഇളമ്പാശ്ശേരിൽ എന്നിവർ പ്രസംഗിച്ചു. ഇനി ആരോഗ്യരംഗം. അലർജി മൂലമുണ്ടാകുന്ന സന്ധിവാതത്തെക്കുറിച്ച് തൊടുപുഴ NAET അലർജി ക്ലിനിക്കിലെ NAET പ്രാക്ടീഷണർ ബാബു ജോസ് സംസാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ബാബു ജോസ്. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അലർജി മൂലമുണ്ടാകുന്ന ആർത്രൈറ്റിസ് രോഗങ്ങളെക്കുറിച്ചാണ്. അലർജിയുടെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പോലെ അലർജി നമ്മുടെ സന്ധികളെയും ബാധിക്കാം. ഇത് ആർത്രൈറ്റിസിന് കാരണമാകാം. ആർത്രൈറ്റിസ് പാരമ്പര്യമായും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആർത്രൈറ്റിസ് സാധാരണയായി നടുവിന്, കാൽമുട്ട്, തോള്, കൈവിരലുകൾ, കാലിൻ്റെ കുഴ, കൈമുട്ട്, കൈയുടെ കുഴ, ഇടുപ്പല്ല്, കവിളല്ല്, കഴുത്ത് തുടങ്ങിയ എല്ലാ സന്ധികളിലും നീരും വേദനയും ഉണ്ടാക്കുന്നു. ശരീരമാസകലം നീരും വേദനയും, മസിൽ ജോയിന്റുകളിൽ നീരും വേദനയും ഉണ്ടാക്കുന്നു. പല ആർത്രൈറ്റിസ് രോഗങ്ങളും അലർജിയുമായി ബന്ധപ്പെട്ട ഓട്ടോ ഇമ്മ്യൂണോ ഡിസോർഡറാണ്. ആർത്രൈറ്റിസ് രോഗങ്ങൾ ഫുഡ് അലർജി കൊണ്ടോ, എൻവയോൺമെന്റൽ അലർജി കൊണ്ടോ, കെമിക്കൽ അലർജി കൊണ്ടോ ഉണ്ടാകാം. ചില ഭക്ഷണങ്ങളുടെ അമിതമായ സ്ഥിരോപയോഗം കൊണ്ട് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, മുളക്, വഴുതനങ്ങ ഇവ നൈട്രേറ്റ് വെജിറ്റബിൾ ഗ്രൂപ്പിൽ വരുന്ന പച്ചക്കറികളാണ്. ഈ പച്ചക്കറികളിൽ സെലാനിൻ എന്ന കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പലരിലും ആർത്രൈറ്റിസ്, ചുമ, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പുളിയുള്ള പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി, ഫുഡ് കെമിക്കൽ, ആൽക്കഹോൾ ഇവയുടെ അമിതമായ ഉപയോഗം ആർത്രൈറ്റിസിന് കാരണമാകാം. NAET അലർജി ട്രീറ്റ്മെന്റിലൂടെ എല്ലാത്തരം ആർത്രൈറ്റിസ് രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ജോർജ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരത്തിലെ റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുഴിയടയ്ക്കൽ. മെറ്റലും ടാറും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചുള്ള കുഴിയടയ്ക്കൽ തട്ടിപ്പെന്ന് ആക്ഷേപം. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകുളം അംഗൻവാടിയുടെ പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ കിണറിലേക്ക് ഇറങ്ങിയ യുവാവ് തിരിച്ചു കയറാൻ കഴിയാതെ കുടുങ്ങി. കരിമണ്ണൂരിലാണ് സംഭവം. ഫയർഫോഴ്സ് സംഘമെത്തിയാണ് യുവാവിനെയും ആടിനെയും സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Pulimutil Silks. It's time to change. The wind in your wings and many other things. She's the storm cloud. She's the silver lining. She's ever changing, ever shining. Zoe, lifestyle jewelry for the modern woman. 25 years of excellence in technical education. The University College of Engineering Todupuzha offers beta courses affiliated to KTU. ChavaraMatrimony.com, uniting hearts and lives. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെടുത്താലും 200 രൂപയ്ക്ക് ഒരു കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും 200 രൂപയ്ക്ക് സ്വന്തമാക്കൂ. ഡയറക്ട് ഫാക്ടറി സെയിൽ. ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഫാക്ടറി ഔട്ട്ലെറ്റ്, വിലക്കുറവിന്റെ പീടിക, കാർട്സിന് എതിർവശം, ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ സ്പെഷ്യൽ ഓഫർ. 1000 രൂപ വിലയുള്ള പ്രഷർ കുക്കർ വെറും 199 രൂപയ്ക്ക്.
റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. വീടെന്ന നിങ്ങളുടെ സ്വപ്നം പൂർണ്ണതയോടെ സഫലമാകട്ടെ. ഒമേഗ ഓ ബ്രാൻഡ് റൂഫിംഗ് ടൈലുകൾ തൊടുപുഴ, തൃശൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. Celebration of Weddings by Maharani Wedding Collections, Thodupuzha. 100% 916 BIS Hallmark Jewelers, പറയംചാലിൽ ജുവലർ, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം.